ലൂട്ടൻസ് ഗെയിമിംഗ് ഗൈസ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവുകയാണ്. സക്സസ്ഫുള്ളി നമ്മൾ മൈൻക്രാഫ്റ്റ് ഫോണിൽ മേടിച്ചു. നമുക്ക് ലാപ്ടോപ്പ് ഒന്നുമില്ല, മൈൻക്രാഫ്റ്റ് ഫോണിൽ വെബ് സീരീസ് ആയിട്ട് ഇതിനെ തുടരുന്നതാണ് നമ്മുടെ ചാനലിൽ. ഇനി നമ്മൾ മൈൻക്രാഫ്റ്റ് ഫ്രീ ഫയർ അങ്ങനെ ആയിരിക്കും നമ്മൾ ഇനി പോകുന്നത്. സോ നമുക്ക് ആദ്യമേ കോർഡിനേറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിടാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാ വരാത്തത് എങ്ങനെ അറിയും? നമ്മൾ സക്സസ്ഫുള്ളി അങ്ങനെ കോർഡിനേറ്റ്സ് ഓൺ ആക്കി. ഇനി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. ഇത് ഫുള്ള് വിൻ്റർ ആണല്ലോ, സ്ലോ ആണല്ലോ ഗൈസ്. ഇവിടെ ഒറ്റ മരം കാണാനില്ല. വാട്ട് ഈസ് ദിസ് ഗൈസ്? ഓക്കെ ഗൈസ്, ഒരു മരം എന്തോ അവിടെ കാണുന്നു. നമുക്കത് വിട്ടാൻ പോയി. നമ്മൾ ഫ്രീ ഫയറിന്ന് ആദ്യമേ തുടങ്ങുന്ന നമ്മൾ മരം വെട്ടിയാണല്ലോ. നമുക്ക് അത് കണക്ക് തന്നെ ചെയ്യാം, നമുക്ക് മരം വെട്ടായിരുന്നു. സോ നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും പോയി ചാവരുത്. എൻ്റെ കാര്യം അറിയാലോ, ഞാൻ എപ്പോഴും മൈൻക്രാഫ്റ്റ് ചാവാറുണ്ട് സാധാരണ. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഒരു പണി നടക്കത്തില്ല. സ്വിച്ചല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഈ സ്നോ ബയോമിൽ നിന്നൊന്ന് പോകുന്നതായിരിക്കുന്നല്ലോ. സോ നമുക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കാം. ആദ്യമേ നിൽക്കൊരു സ്ഥലം വേണ്ടി. ദാണ്ടേ പ്ലെയിൻസ്. ഓക്കെ ഗൈസ്, നമുക്ക് പ്ലെയിൻസ് കിട്ടി. നമുക്ക് ഇനി ബേസൊക്കെ ഉണ്ടാക്കണം. ഇവിടെ ബേസ് ഉണ്ടാക്കാം. നല്ല സ്ഥലമല്ലേ, എനിക്കൊന്ന് കടലുമുണ്ട്, ഫാമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങളുമുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങോട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ നമുക്കിതോ. അവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ബേസൊക്കെ ഉണ്ടാക്കാം. ഗൈസ് വില്ലേജ് നമ്മുടെ വില്ലേജ് നമ്മൾ കണ്ടെത്തി. ഇന്ന് ഞാൻ വില്ലേജ് എൻ്റെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞാൽ വന്നത്. നമുക്ക് വില്ലേജ് കിട്ടി ഗൈസ്. ഇത്രയും നല്ല സീഡോ. ഏതാ? എങ്കോളമീ, നിന്നെയൊക്കെ തട്ടാം. അവിടെ നിൽക്കുന്ന കേട്ടോ. ഹായ്. ഫാം ലാൻഡൊക്കെ ഫുള്ള് ഇതാണല്ലോ. നമുക്കാദ്യം കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് എന്നിട്ട് ആദ്യമേ വുഡൻ പിക്കാസെ ഉണ്ടാക്കാം. വുഡൻ പിക്കാസ് ഉണ്ടാക്കി സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകാം. നമുക്ക് ഈ വില്ലേജിൻ്റെ വീട് തല്ലിപ്പൊടിക്കാം. 1 2 3. പിന്നെ കഴിച്ച് ഞാൻ അത്രയ്ക്ക് പ്രോയൊന്നുമല്ല മൈൻക്രാഫ്റ്റിൽ. അന്നെനിക്ക് കളിക്കാൻ അറിയാം അത്യാവശ്യം. അത്രയേ ഉള്ളൂ. ഇതിനകത്തുനിന്നോ ബ്രെഡ് ഫുഡ് കിട്ടിയില്ല. 5 ബ്രെഡ് കിട്ടി ഗൈസ്. 5 ബ്രെഡ്. നന്നായി, 5 ബ്രെഡെങ്കിലും കിട്ടി. ഇനി നമുക്ക് ബാക്കി കോബിൾ സ്റ്റോൺ പറക്കാം. എന്നിട്ട് ഇനി ഫാമൊക്കെ ഉണ്ടാക്കാൻ ഈസി ആയല്ലോ. നമുക്ക് ഫാമൊക്കെ ഉണ്ടാക്കാം. വില്ലേജ് ഒക്കെ പൂട്ടിയിടണം. നമുക്ക് ആദ്യമേ പിക്കാസിയും ആക്സൊക്കെ ഉണ്ടാക്കാം. പിക്കാസ് ഉണ്ടാക്കി, സോഡ് ഉണ്ടാക്കി, ആക്സും ഉണ്ടാക്കി. ഓക്കെ, നമ്മൾ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇൻവെൻട്രിയിൽ ബാക്കി കൊണ്ടുവയ്ക്കാം. അതല്ലേ നല്ലത്. ഓക്കെ, അത് ആക്സ്, ബ്രെഡ്. ഓക്കെ, നമുക്കിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഈ വില്ലേജേഴ്സിനെ എല്ലാം പിടിച്ച് കരുതിന് മുമ്പ് അയംകുളത്തിന് തട്ടാറുണ്ട്. അയംകുളം സീനാണ്. നമുക്ക് അയംകുളത്തിനെ തട്ടാതെ. ഹലോ മിസ്റ്റർ അയംകുളം, നിന്നെ കൊല്ലാൻ പോകുന്നു. ഓടിക്കോ, കണ്ടം പിടിച്ചു. അല്ലെങ്കിൽ 2 അടി നമ്മൾ ചത്ത്. നമുക്ക് ആദ്യമേ ഇതിട്ടിട്ട് മേളിൽ പോവാം. ബെഡമി. അയ്യോ, 4 വേണം. അയ്യോ, ഓടിക്കോ. ഫുഡ് ഇന്നതിന് മുമ്പ് ഓടിക്കോ. നമുക്ക് തന്നെ കൊന്നിട്ട് തന്നെ ഇന്ന് കരിഞ്ഞ് ചത്താലും ശരി, അവനെ കൊന്നിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ. കൊണ്ടോ, അവനെ കൊല വിളിക്കും ഞാൻ. കൊണ്ടോ, നമുക്ക് ഇവിടെ നമുക്കൊരു സേഫ്റ്റിക്ക് 5 എണ്ണം എടുത്തു. 3 4 5 ഇരിക്കാം. നമുക്ക് കുത്തിയിരിക്കാം. അതായിരിക്കും നല്ല. ഓടിവാടേ മോനെ, നീ ഓടി വാ. അയ്യോ, അടിക്കാൻ പറ്റില്ലേ. ഒക്കെ റേഞ്ച് നമുക്ക് ഇരുന്ന് അടിച്ചു പോകാം. മോനെ, നിന്നെ ഇന്ന് കൊല്ലുന്ന എൻ്റെ കൈ കൊണ്ട്. നീ എന്നെ അടിക്കുമോ? അല്ലേടാ എൻ്റെ മോനെ, നീ എന്നെ അടിക്കുമോടെ? നീ എന്നെ അടിക്കുമോ? ഓക്കെ ഗൈസ്, അവനെ കൊന്നിട്ടുണ്ട്. നമുക്ക് അവൻ എത്ര ആയാലും തരുമെന്ന് നോക്കാം.
അതിനുമ്പ് ഇത് പൊട്ടിച്ച് പറ്റാം. ഇതാ ഇത്രയും ഈ 4 അയൺ അവൻ ആർക്ക് കൊണ്ട് കൊടുക്കാനും ഞാൻ എന്നിട്ട് നീ വില്ലേജേഴ്സിനെ പൂട്ടിയിടാം. അതായിരിക്കും നല്ലത്. ഇതിനകത്ത് വില്ലേജറുണ്ടോ? അതിനകത്തില്ല. എന്നാൽ അതിന് നമുക്ക് ഈ ബെഡ് കണ്ടുപിടിക്കാം. എടുക്കാം ബെഡ് എടുത്ത് നന്നായി. അല്ല പെട്ടിക്കകത്ത് എന്തുവാ? എമറാൾഡ് ഇതിനകത്ത് ഇരിക്കട്ടെ. അല്ലെങ്കിൽ എമറാൾഡ് നമ്മൾ ചാകുമ്പോൾ അത് കൊണ്ടുകളി. ബ്രെഡ് ഇരിക്കട്ടെ. ആപ്പിൾ വാ. എമറാൾഡ് അവിടെ ഇരിക്കട്ടെ. അതാണ് നല്ലത്. എമറാൾഡ് അവിടെ ഇരുന്നു. ഞാൻ പിന്നെ എടുത്തോളാം. നമുക്ക് ട്രേഡൊക്കെ ചെയ്യണ്ടേ. മണിയടി എല്ലാം വീട്ടിൽ പോ. സമയം എല്ലാം വീട്ടിൽ പോ. വെക്കോ വാ. ഇതിനകത്തൊരു വില്ലേജ് കയറിയില്ലോ. ഓക്കെ. അവിടെ ഒരു വില്ലേജറിനെ പൂട്ടിയിട്ടുണ്ട്. ഇറങ്ങാൻ പറ്റുമായിരിക്കില്ല. ഓക്കെ, അത് പൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുണ്ടോ? ഇതിനകത്തില്ല. ഇതിനകത്ത് ഇരിക്കുന്ന ഫാർമർ തന്നെയുണ്ട്. നന്നായി. ഇവരെ കൂടെ 2 വില്ലേജസിനും വിട്ടിട്ട് ഒരു സേഫ്റ്റിക്ക് നമുക്ക് ഒരു വില്ലേജറിനെ കൂടെ പൂട്ടിയിടാം. 3 എണ്ണം വലിയ ഉണ്ട്. ആണോ? അങ്ങനെ പണിയടി. പണി. മോനെ നീ പോ. നീ അങ്ങോട്ട് കയറുന്നേ. ആത്തോട്ട് കയറടാ. ഇനി ആത്തോട്ട് കയറടാ നീ. നായിൻ്റെ പണി ആത്തോട്ട് കയറ്. ഓക്കെ, അവനെയും പിടിച്ച് അവിടെ കൂട്ടിയിട്ട്. അപ്പോൾ 3 വില്ലേജസിനായിട്ടുണ്ട്. ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം. നമുക്ക് അതിന് കുറച്ച് വുഡിന് ക്ഷാമമുണ്ട്. ഈ വുഡൊക്കെ പറക്കാം. ഇതിന് വീറ്റൊക്കെ ഇത്രയും കിട്ടുന്നത് റിച്ചായി ഫുഡിന്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് ഫുഡിന് ഒരു ഫാമും ഈ കൗ ക്രഷറൊക്കെ ഉണ്ടാക്കാം. അടുത്ത എപ്പിസോഡ് അതല്ലേ നല്ലത്? അടുത്ത എപ്പിസോഡ് നമുക്ക് ക്രഷറൊക്കെ ഉണ്ടാക്കാം. നമുക്ക് തിരിച്ച് സീഡെല്ലാം നട്ട് വയ്ക്കാം. തിരിച്ച് സീഡൊക്കെ നട്ട് വയ്ക്കാം. നമുക്ക് നട്ട് വെച്ച് അയ്യോ ഗൈസ് യാത്രയാവുന്നുണ്ട്. കർത്താവേ, സോംബി ഒന്ന് പറഞ്ഞല്ലേ. നല്ല മൈൻക്രാഫ്റ്റ് അല്ലേ? എന്തോ ഭാഗ്യത്തിൻ്റെ ഇതുവരെ മഴ വീണില്ല ഗൈസ്. സാധാരണ ഈ മൈൻക്രാഫ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ മഴ പെയ്യിപ്പിക്കുന്നതാണ്. നമുക്ക് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നമുക്ക് മരം വെട്ടാൻ പോകാം. രാത്രിയായില്ലേ? ഇപ്പോൾ രാത്രിയായി. പിന്നെ പാർട്ടിക്കിൾസ് വന്നു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആദ്യത്തെ നൈറ്റ് മൈൻക്രാഫ്റ്റിൽ സ്കിപ്പ് ചെയ്തു. നമുക്ക് മരം വെട്ടാമിന്നി. മരം ഒരു വരമാണ്. വെട്ടാൻ ഇങ്ങനെ കുത്തിയിരുന്ന് വെട്ടി നമുക്ക് പതുക്കെ പോയാൽ വെട്ടുക. എന്തിനാ വെറുതെ ഇത്ര വുഡൊക്കെ ഇവിടെ? നമുക്ക് പ്ലാങ്ക്സ് ആക്കി ഇവിടെ വയ്ക്കാം. വെട്ടു ഗൈസ്, നമ്മൾ മണ്ടത്തരം കാണിച്ചു. അവിടെ വെട്ടാൻ പാടില്ല, വെള്ളം വീഴും. പ്ലാങ്ക്സ് എന്ത് ചെയ്യേ? പ്ലാങ്ക്സ് വെച്ചാൽ മതി. പ്ലാങ്ക്സ് ഒരെണ്ണം എടുത്ത് അവിടെ വെച്ച്. ഓക്കെ, വെള്ളമെല്ലാം പോട്ടെ. ഇനി ബാക്കി മരം നമുക്ക് വെട്ടാം. വെട്ടി സൂപ്പർ. വെട്ടി ഒടിഞ്ഞു പോയി ഗൈസ്. ഡ്യൂറബിലിറ്റി വളരെ കുറവാണ്. സൂപ്പർ. സ്റ്റോണും ഇല്ല നമുക്ക്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് വിക്കാസി എടുത്ത് പോയി നമുക്ക് കുഴിക്കാം. സ്റ്റോൺ എടുക്കാം. ഓക്കെ, ചാടി. സൂപ്പർ. ഡയറക്റ്റാണ് ഇതുള്ളത്. നമുക്ക് തിരിച്ച് കയറാം. 1 2 3 നമുക്ക് കുറച്ച് ദൂരെ പോയിട്ടെടുക്കാം. കുറച്ച് ദൂരെ പോയി സ്റ്റോൺ എടുക്കാം. ബാബാ, ഇവിടെ കുഴിക്കൂ. ഓക്കെ, ഇവിടെ സ്റ്റോൺ ഗൈസ്. നമുക്കിപ്പം കുറച്ച് സ്റ്റോൺ വെട്ടാം. ഒരു 10-20 എണ്ണം വെട്ടാം. എത്ര എണ്ണം കിട്ടുമെന്ന് നോക്കാം. നമുക്ക് 10-20 ചാറ ബുറ എന്ന് പറഞ്ഞാൽ ഒറ്റ വെട്ട്. ഏതാ വെട്ട്? ഇതൊക്കെ ഇത്രയും നന്മ, ഇത് പരിപാടി കണ്ടിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവർക്ക് ഉറപ്പാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്തിട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് വാ. എന്താണ്? നമുക്ക് ഈ ഒരു ലെയറും കൂടെ കട്ട് ചെയ്തിട്ട് മതിയാക്കാം. മൂട് എപ്പിസോഡിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുന്നു. നമുക്ക് കുറയ്ക്കണ്ടേ? നമുക്ക് ഈ ലെയറും കൂടെ വെട്ടിയിട്ട് മേളിൽ പോയിട്ട് ഔട്ട്രോ പറയാം. ഓക്കെ, എന്ത് ഡേർട്ട് വാ. ഡേർട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ എന്താ പറയുക, ഇൻവെൻട്രി പോകുന്നത്. ഡേർട്ട് വാ. സൂപ്പർ. മിസ്ക്ലിക്കായി താഴെ വീണു. അത് പൊട്ടിക്കാം.
എന്തായാലും നാല് കേട്ടോ ഒത്തിരി അന്നേരം സുഖമായിട്ട് മണ്ടയ്ക്ക് കയറാമീ ഒന്നെന്നാൽ ഒക്കെ കയ്യിൽ ചാലിട്ട് കാര്യമില്ല മിസ്റ്റർ. നമുക്കെന്നാൽ ഈ എപ്പിസോഡ് വഴി തീർത്താം. നമുക്ക് അടുത്ത ആഴ്ച ഈ ഫുഡിനുള്ള സെറ്റൊക്കെ ചെയ്യാം, പ്രഷറൊക്കെ ഉണ്ടാക്കാം. ഇന്നത്തെ ഇത്രയുള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പിടിക്കുക. ബൈ ഗൈസ്, ബൈ.